ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. നിത്യേനയെന്നോണം ഈ വാചകം കേൾക്കുകയോ വായിക്കുകയോ ഒക്കെ ചെയ്യുന്നവരാണ് നമ്മൾ. എന്നാൽ ഭീതിജനകമാം വിധം ആത്മഹത്യയുടെ തോത് സമൂഹത്തിൽ വർദ്ധിക്കുകയാണ്. സമ്മർദ്ദങ്ങൾ അതിജീവിക്കാനാകാതെ വരുമ്പോൾ ഒരു നിമിഷത്തെ തോന്നലിൽ മരണം വരിക്കുന്നവർ ഉറ്റവരെ തോരാ കണ്ണീരിലേക്കാണ് തള്ളിയിടുന്നത്. സാധാരണക്കാർ മാത്രമല്ല, മാനസികമായി കരുത്തുണ്ടെന്ന് പൊതുവെ കരുതപ്പെടുന്നവർ പോലും ആത്മഹത്യയിൽ അഭയം തേടും. തിരുവനന്തപുരം AR ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസറെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടതിന്റെ നടുക്കത്തിലാണ് ആ നാട്ടുകാർ. ജീവനൊടുക്കിയ കാമുകിയുടെ മൃതദേഹം കണ്ട് വീട്ടിലെത്തിയതിന് പിന്നാലെയാണ് മരണം. എന്താണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം കടക്കുന്നത്. സ്വാഗതം. തിരുവനന്തപുരം AR ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസർ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോവളം വെള്ളാർ ഒലിപ്പുവിള സ്വദേശിയായ അഖിലാണ് മരിച്ചത്. വയനാട് സ്വദേശിയായ യുവതിയുമായി അഖിൽ അടുപ്പത്തിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. കഴിഞ്ഞ ദിവസം ഈ യുവതിയെ വാടക വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയിരുന്നു. യുവതിയുടെ മരണവിവരമറിഞ്ഞ് ആശുപത്രിയിലെത്തി മൃതദേഹം കണ്ട ശേഷം മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് അഖിലിനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടത്. സംഭവത്തിൽ പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് 27-കാരനായ അഖിലിനെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. 2 വർഷം മുൻപാണ് ഇയാൾ പോലീസ് ജോലിയിൽ പ്രവേശിച്ചത്. വയനാട് സ്വദേശിയായ യുവതിയുമായി അഖിൽ അടുപ്പത്തിലായിരുന്നെന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ യുവതിയെ വാടക വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയിരുന്നു. യുവതിയുടെ മരണവിവരമറിഞ്ഞ് ആശുപത്രിയിലെത്തി മൃതദേഹം കണ്ട ശേഷം അഖിൽ വീട്ടിൽ മടങ്ങിയെത്തി. തുടർന്ന് AR ക്യാമ്പിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് പുറത്തുപോയ ഇയാൾ 1 മണിക്കൂറിനുള്ളിൽ തിരികെ എത്തി. മകൻ പെട്ടെന്ന് മടങ്ങി വന്നതിനെക്കുറിച്ച് മാതാവ് തിരക്കിയെങ്കിലും വ്യക്തമായ മറുപടി നൽകിയില്ല. രാവിലെ വാതിൽ തുറക്കാതായതോടെ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടത്. പുലർച്ചെ 2:15 അഖിൽ സുഹൃത്തിന് വാട്സാപ്പിൽ സന്ദേശം അയച്ചിരുന്നു. കാർ വാങ്ങിയ വിവരങ്ങളും പോസ്റ്റ് ഓഫീസിലുള്ള തന്റെ സമ്പാദ്യത്തെക്കുറിച്ചുള്ള കണക്കുകളും സന്ദേശത്തിൽ വിശദീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് തൂങ്ങി മരിച്ചതെന്ന് കരുതുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കോവളം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. യുവതിയുടെയും അഖിലിന്റെയും ഫോണുകളടക്കം വിശദമായി പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 നെയ്യാറ്റിൻകര. വർഷങ്ങളായി അടുപ്പത്തിലായിരുന്ന യുവതിയെ ഒരുമിച്ച് ജീവിക്കാനാകില്ല എങ്കിൽ ഒരുമിച്ച് മരിക്കാമെന്ന് പറഞ്ഞ് തന്ത്രപൂർവ്വം കൊലപ്പെടുത്തുക, മരണശേഷവും യുവതിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുക. കോഴിക്കോട് എലത്തൂരിൽ യുവതിയെ കൊലപ്പെടുത്തിയ വൈശാഖന്റെ ക്രൂരത അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും ഞെട്ടിപ്പിക്കുന്നതാണ്. മരണശേഷം യുവതിയെ 3 തവണ പീഡിപ്പിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ സംഭവ സ്ഥലത്തു നിന്ന് പോലീസിന് ലഭിക്കുകയും ചെയ്തു. മോരിക്കര റോഡിൽ പ്രതി വൈശാഖന്റെ ഉടമസ്ഥതയിലുള്ള ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിൽ കഴിഞ്ഞ മാസം 24-ന് കൊല്ലപ്പെട്ട യുവതി മരണശേഷം 3 തവണ പീഡിപ്പിക്കപ്പെട്ടതായാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ വർക്ക്ഷോപ്പിൽ നിന്ന് പോലീസിന് ലഭിച്ചു. ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വൈശാഖൻ ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്കും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇതിലെ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. മരണശേഷം യുവതിയുടെ മൃതദേഹവുമായി വൈശാഖനും ഭാര്യയും ആശുപത്രിയിൽ എത്തിയെങ്കിലും വൈശാഖൻ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയതായി പോലീസ് കണ്ടെത്തി. പ്രതിക്കൊപ്പമുണ്ടായിരുന്ന ഭാര്യയുടെ സംശയവും ഇടപെടലുമാണ് വൈശാഖനെ കുടുക്കിയത്. ഇതിനിടെ വർക്ക്ഷോപ്പ് പോലീസ് പൂട്ടി സീൽ ചെയ്തതിനാൽ തെളിവ് നശിപ്പിക്കാനുമായില്ല. കേരളത്തിൽ 25 വർഷത്തിനിടെ സ്ത്രീയെ കൊലപ്പെടുത്തിയ ശേഷം പീഡിപ്പിച്ച 2ാമത്തെ സംഭവമാണിതെന്ന് പോലീസ് പറയുന്നു. ചങ്ങനാശ്ശേരി കുറുമ്പനാട് മൃതദേഹത്തെ പീഡിപ്പിച്ച സംഭവം 25 വർഷം മുൻപ് കേരളത്തെ ആകെ ഞെട്ടിച്ചിരുന്നു.
പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ വ്യക്തമായത്. വർക്ക്ഷോപ്പിലെ 3 മണിക്കൂറിലേറെയുള്ള ദൃശ്യങ്ങളിൽ യുവതിയെ കൊലപ്പെടുത്താൻ വൈശാഖൻ നടത്തിയ ആസൂത്രിത ശ്രമങ്ങൾ ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു. ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി കുടിപ്പിച്ച ശേഷം മർദ്ദിച്ച് അവശയാക്കി. കൊലപ്പെടുത്തിയ ശേഷം പീഡിപ്പിച്ചു. കെട്ടഴിച്ചു കിടത്തിയ ശേഷം 2 തവണ പീഡിപ്പിച്ചതായും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി. വർക്ക്ഷോപ്പിൽ വന്നില്ലെങ്കിൽ യുവതിയുടെ നഗ്നചിത്രങ്ങൾ സമൂഹമാധ്യമത്തിൽ പ്രചരിപ്പിക്കുമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ യുവതിക്ക് 16 വയസ്സുള്ളപ്പോൾ മുതൽ വൈശാഖൻ ഇവരുമായി ബന്ധം പുലർത്തിയിരുന്നു. ഇതിനിടെ മറ്റൊരു യുവതിയുമായി ബന്ധമുണ്ടായി. ഇത് ഈ യുവതി അറിഞ്ഞതോടെയാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. മറ്റ് പെൺകുട്ടികളുടെയും ജീവിതം തകരാതിരിക്കാൻ ഇതൊക്കെ പുറത്തറിയിക്കുമെന്ന് യുവതി 2 മാസം മുൻപ് വൈശാഖനോട് പറഞ്ഞിരുന്നു. വൈശാഖനിൽ നിന്ന് ജീവന് ഭീഷണിയുള്ളതായി ഡയറിയിൽ എഴുതിയിരുന്ന യുവതി ഇത് സംബന്ധിച്ച് കൗൺസിലർക്കും സന്ദേശം അയച്ചിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നുള്ള അതിക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ വാർത്തയിലേക്കാണ്. പീഡന ശ്രമം ചെറുത്ത 13-കാരനെ കൊലപ്പെടുത്തി കട്ടിലിലെ അറയിൽ ഒളിപ്പിച്ചു. രോഗബാധിതയായ മുത്തശ്ശിയെ കട്ടിലിൽ കിടത്തി പോലീസിനെ കബളിപ്പിക്കാൻ പ്രതി ശ്രമിച്ചുവെങ്കിലും വിജയിച്ചില്ല. 21 വയസ്സുള്ള റഹാനാണ് അറസ്റ്റിലായത്. CCTV ദൃശ്യങ്ങളാണ് ഈ കേസിൽ നിർണായകമായത്. കുട്ടിയുടെ വീടിന് 30 മീറ്റർ മാത്രം അകലെയുള്ള 6 നില കെട്ടിടത്തിന്റെ ടെറസിന് മുകളിൽ വെച്ചാണ് കൊലപാതകം നടന്നത്. കുറ്റകൃത്യം മറച്ചുവെക്കാൻ മൃതദേഹം പിന്നീട് 4-ാം നിലയിലെ ഫ്ളാറ്റിലേക്ക് മാറ്റുകയായിരുന്നുവെന്ന് പോലീസ് പറയും. 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ കുട്ടിയെ വെള്ളിയാഴ്ച രാത്രിയാണ് വീടിന് മുന്നിൽ നിന്നും കാണാതായത്. കുട്ടി തിരിച്ചെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ തെരച്ചിൽ നടത്തുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് 21-കാരൻ റഹാൻ അറസ്റ്റിലായത്. ക്രൂരമായ കൊലപാതകത്തിന് ശേഷം പോലീസിന്റെ കണ്ണിൽ പൊടിയിടാൻ പ്രതി ശ്രമിച്ചിരുന്നു. എന്നാൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതി വലയിലാവുകയായിരുന്നു. ലൈംഗിക പീഡന ശ്രമം കുട്ടി എതിർത്തതോടെ കയർ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച ശേഷം ഇഷ്ടിക കൊണ്ട് മുഖം തകർത്ത് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. പിന്നീട് മൃതദേഹം 4-ാം നിലയിലെ ഫ്ളാറ്റിൽ കട്ടിലിലെ അറയിലേക്ക് മാറ്റി. രോഗബാധിതയായ മുത്തശ്ശിയെ കട്ടിലിന് മുകളിൽ കിടത്തി സംശയം ഒഴിവാക്കാനും പ്രതി ശ്രമിച്ചു. കുട്ടിക്കായുള്ള തെരച്ചിലിൽ റഹാനും പോലീസ് സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. 13-കാരൻ സമീപത്തെ കെട്ടിടത്തിലേക്ക് കയറുന്നത് CCTV ദൃശ്യങ്ങളിലുണ്ടായിരുന്നു. കെട്ടിടത്തിന്റെ ടെറസിൽ നിന്ന് കുട്ടിയുടെ ജാക്കറ്റ് പോലീസ് കണ്ടെത്തി. രക്തക്കറയും തെളിവ് നശിപ്പിക്കാൻ രക്തം തുടച്ചു നീക്കാൻ ശ്രമിച്ചതിന്റെ അടയാളങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. റഹാന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പോലീസ് ഇയാളുടെ കയ്യിലും കഴുത്തിലുമുള്ള പോറലുകൾ ശ്രദ്ധിച്ചു. ജോലിസ്ഥലത്തെ യന്ത്രത്തിൽ തട്ടിയുണ്ടായ പരിക്കാണെന്നാണ് റഹാൻ അവകാശപ്പെട്ടത്. കഴിഞ്ഞ 4 മാസമായി ഇയാൾ ജോലിക്ക് പോയിട്ടില്ലെന്ന് പിന്നീട് പോലീസ് കണ്ടെത്തി. തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് റഹാൻ കുറ്റം സമ്മതിച്ചത്. കട്ടിലിൽ നിന്ന് മുത്തശ്ശിയെ മാറ്റിയ ശേഷം പോലീസ് അറ തുറന്നപ്പോൾ പുതപ്പിൽ പൊതിഞ്ഞ നിലയിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മധ്യപ്രദേശ്. ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയ്ക്കിടെ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ട കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയ്ക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ 2 ദിവസങ്ങളായി രാജ്യമാകെ ഉയർന്നു കേൾക്കുന്ന ചോദ്യമാണ്. പരിശോധനയ്ക്കിടെ സ്വയം വെടിയുതിർത്ത് മരിക്കാൻ തക്ക ഒന്നും ഓഫീസിൽ സംഭവിച്ചിട്ടില്ല എന്നാണ് ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ട്. റോയ്ക്ക് മറ്റേതെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് ഭീഷണി ഉണ്ടായിരിക്കാനുള്ള സാധ്യതയും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അതേസമയം റോയുടെ സംസ്കാരം കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ബംഗളൂരു കൽക്കരയിലുള്ള കാസ്കേഡ് റിസോർട്ടിൽ നടന്നു.
2019 ശേഷമുള്ള CJ റോയിയുടെ സാമ്പത്തിക ഇടപാടുകൾ സെൻട്രൽ ഇക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോയുടെ കർശന നിരീക്ഷണത്തിന് വിധേയമായിരുന്നു. റോയി അടക്കം 6 റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരുടെ ഇടപാടുകളെക്കുറിച്ച് ബ്യൂറോ സമർപ്പിച്ച വിശദ റിപ്പോർട്ട് ഇക്കണോമിക് ഇന്റലിജൻസ് കൗൺസിലിന്റെ പരിഗണനയ്ക്കും വന്നു. തുടർ നടപടികളുടെ ഭാഗമായി ഇതിൽ 4 കമ്പനികളുടെ കണക്കുകൾ പരിശോധിക്കാനാണ് ആദായനികുതി വകുപ്പിന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയത്. ആദായനികുതി വകുപ്പിന്റെ പരിശോധനയ്ക്കിടെ വെള്ളിയാഴ്ചയാണ് 57-കാരനായ റോയ് സ്വയം വെടിവെച്ച് മരിച്ചത്. ആദായനികുതി ഉദ്യോഗസ്ഥരുടെ മാനസിക പീഡനമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് റോയിയുടെ സഹോദരൻ ആരോപിച്ചിരുന്നു. മരണം അന്വേഷിക്കാൻ കർണാടക സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട്. പരിശോധനയ്ക്കിടെ സ്വയം വെടിയുതിർത്ത് മരിക്കാൻ തക്കവൊന്നും ഓഫീസിൽ സംഭവിച്ചിട്ടില്ലെന്നാണ് ആദായനികുതി വകുപ്പിന്റെ റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കർണാടക പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിനോടൊപ്പം കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികളും റോയിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് സമാന്തര അന്വേഷണം നടത്തുന്നത്. ഇദ്ദേഹത്തിന് മറ്റേതെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് ഭീഷണി ഉണ്ടായിരിക്കാനുള്ള സാധ്യതയും പരിശോധിച്ചു വരുന്നു. CJ റോയിയുടെ സംസ്കാരം കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ബന്നാർഘട്ട റോഡ് കൽക്കരയിലുള്ള കാസ്കേഡ് റിസോർട്ടിൽ നടന്നു. റോയിയുടെ ആഗ്രഹപ്രകാരമാണ് ഇവിടെ സംസ്കാരം നടത്തിയത്. കൽക്കര സെന്റ് ജോസഫ് പള്ളിയിലെ ശുശ്രൂഷ ചടങ്ങുകൾക്ക് ശേഷമായിരുന്നു സംസ്കാരം. പ്രമുഖരടക്കം ആയിരങ്ങളാണ് റോയിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത്. ന്യൂസ് 18 ബംഗളൂരു. സോളാർ തട്ടിപ്പ് കേസിലെ പ്രതിയായ ബിജു രാധാകൃഷ്ണന്റെ ഇടപെടൽ നടിയെ ആക്രമിച്ച കേസിലുമുണ്ടായി. 2ാം പ്രതിയായ മാർട്ടിനുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വെളിപ്പെടുത്തലുകളെ തുടർന്ന് CSR തട്ടിപ്പ് കേസിലെ പരാതിക്കാരനായ റിൻഷാദിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. നടിയെ ആക്രമിച്ച കേസിലെ വിധി വന്നതിന് പിന്നാലെ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയുള്ള വീഡിയോ പുറത്തുവന്ന സംഭവവുമായി ബന്ധപ്പെട്ടായിരുന്നു ഗൂഢാലോചന എന്നാണ് പോലീസിന്റെ നിഗമനം. CSR ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് നിർണായകമായ വെളിപ്പെടുത്തൽ റിൻഷാദ് നടത്തിയത്. നടിയെ ആക്രമിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയ മാർട്ടിൻ അഭിഭാഷകയായ നിഷ പീറ്ററിനൊപ്പം മരടിലെ സ്വകാര്യ ഹോട്ടലിൽ എത്തിയിരുന്നെന്നായിരുന്നു വെളിപ്പെടുത്തൽ. ബിജുവും മാർട്ടിനും ഏറെ നേരം തനിച്ച് സംസാരിച്ചു. തുടർന്ന് മാർട്ടിനുമായി കുമരകത്തെ റിസോർട്ടിൽ പോകണമെന്ന് പറഞ്ഞു. നടൻ ദിലീപിന്റെ സഹോദരൻ അനൂപ് 3 കോടി രൂപ നൽകുമെന്ന് ബിജു പറഞ്ഞതായും റിൻഷാദ് വെളിപ്പെടുത്തിയിരുന്നു. റിൻഷാദിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് തൃശൂർ സൈബർ ക്രൈം പോലീസ് ഇയാളുടെ മൊഴിയെടുത്തത്. നടിയുടെ പേര് വെളിപ്പെടുത്തി പ്രചരിപ്പിച്ച വീഡിയോയുമായി ബന്ധപ്പെട്ടായിരുന്നു ബിജുവും മാർട്ടിനും ഗൂഢാലോചന നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. കഴിഞ്ഞ ദിവസം എനിക്ക് തൃശ്ശൂർ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഓഫീസിൽ നിന്ന് കോൾ വരികയും നടിയെ ആക്രമിച്ച കേസിൽ ഇപ്പം മാർട്ടിൻ്റെ പുതിയൊരു വീഡിയോ പ്രചരിക്കുന്നുണ്ടല്ലോ, അപ്പം അതിനെ തുടർന്ന് പുതിയ FIR ഇട്ട് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നെ വിളിക്കുകയും എൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസ് 18 ചാനലിൽ വന്ന വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഞാൻ കുറേ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വിശദ വിവരങ്ങൾ അന്വേഷിക്കണം, മൊഴി രേഖപ്പെടുത്തണം എന്നൊക്കെ ആവശ്യപ്പെട്ട് പോലീസുകാർ എന്നെ വിളിക്കുകയും ഇന്ന് ഞാനും എൻ്റെ മറ്റു സുഹൃത്തും ചേർന്ന് തൃശ്ശൂർ ക്രൈം കമ്മീഷണർ ഓഫീസിൽ ഹാജരായി വിശദമായ എൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നടിയെ ആക്രമിച്ച കേസിൽ 2ാം പ്രതിയായ മാർട്ടിൻ്റെ പുതിയ വെളിപ്പെടുത്തൽ അത് ആരുടെ സ്ക്രിപ്റ്റാണെന്നും അത് ആര് പറഞ്ഞിട്ടാണെന്നും അത് സ്ക്രിപ്റ്റ് മാർട്ടിൻ പറയുന്നതിന് മുമ്പ് അത് എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ വിശദമായ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ഞാൻ പറയുകയും അവർ 2 മണിക്കൂറോളം ഇരുന്ന് ഞങ്ങളെല്ലാവരും എൻ്റെ മൊഴി രേഖപ്പെടുത്തി, എൻ്റെ സുഹൃത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ വിഷയത്തിൽ. ഇത് കോടതിയിലിരിക്കുന്ന കാര്യങ്ങളും അന്വേഷണത്തിനൊക്കെ നിൽക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് പുറത്ത് പറയാൻ പറ്റില്ല. എന്നാലും പരിമിതികളുണ്ട്. എന്നാലും എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ സംസാരിച്ചു, എൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബിജു രാധാകൃഷ്ണന്റെ CSR തട്ടിപ്പ് ന്യൂസ് 18 ആണ് പുറത്തുവിട്ടത്. വാർത്തയ്ക്ക് പിന്നാലെ ലഭിച്ച പരാതിയെ തുടർന്ന് CSR തട്ടിപ്പിൽ സമഗ്ര അന്വേഷണം നടത്താൻ സർക്കാർ ഉത്തരവിട്ടിരുന്നു. DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നായിരുന്നു ദക്ഷിണ മേഖല IGക്ക് DGP നൽകിയ നിർദ്ദേശം.
CSR തട്ടിപ്പിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയും ഉത്തരവിട്ടിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. പാലക്കാട് വാളയാർ അട്ടപ്പള്ളത്ത് ആൾക്കൂട്ട ആക്രമണത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളി കൊല്ലപ്പെട്ട സംഭവത്തിൽ 8 പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു. മണ്ണാർക്കാട് SC/ST സ്പെഷ്യൽ കോടതിയാണ് കർശന ഉപാധികളോടെ ജാമ്യം നൽകിയത്. കേസിൽ ഇതുവരെ 9 പേരാണ് അറസ്റ്റിലായത്. 9ാം പ്രതി വിനോദ് കുമാർ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. മണ്ണാർക്കാട് SC/ST സ്പെഷ്യൽ കോടതിയാണ് കേസിലെ മുഖ്യപ്രതികൾ ഉൾപ്പെടെയുള്ളവർക്ക് കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. പാമ്പാമ്പള്ളം കല്ലങ്കോട് സ്വദേശി A. അനു, കിഴക്കേ അട്ടപ്പള്ളം സ്വദേശികളായ N. ആനന്ദ, M. രാജേഷ്, M. ഷാജി, V. ജഗദീഷ് കുമാർ, മഹാളിക്കാട് സ്വദേശികളായ C. പ്രസാദ്, C. മുരളി, K. വിപിൻ എന്നിവർക്കാണ് ജാമ്യം നൽകിയത്. കേസിലെ മറ്റൊരു പ്രതിയായ വിനോദ് കുമാർ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ഉപാധികളോടെയാണ് കോടതി ഇവർക്ക് ജാമ്യം അനുവദിച്ചത്. ദിവസവും പകൽ 11-ന് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുമ്പാകെ ഹാജരാകണം. സാക്ഷികളെ സ്വാധീനിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യരുത്. മുൻകൂർ അനുമതിയില്ലാതെ ജില്ല വിട്ടുപോകരുത് തുടങ്ങിയവയാണ് വ്യവസ്ഥകൾ. കേസിൽ ആകെ 9 പേരാണ് അറസ്റ്റിലായിരുന്നത്. 20 പ്രതികളുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് SIT അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. പ്രതികളെ പിടികൂടാനിരിക്കെയാണ് ആദ്യം പിടിയിലായ 8 പേർക്കും ജാമ്യം ലഭിച്ചത്. തമിഴ്നാട്ടിലേക്ക് ഉൾപ്പെടെ കടന്നുകളഞ്ഞ മറ്റു പ്രതികളെ പിടികൂടാൻ ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബർ 17-ന് വൈകിട്ടാണ് ഈസ്റ്റ് അട്ടപ്പള്ളത്ത് ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായൺ ബാഗേൽ ആൾക്കൂട്ട ആക്രമണത്തിനിരയായത്. ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അന്ന് രാത്രി മരിച്ചു. ബാഗേലിനെ ബംഗ്ലാദേശ് സ്വദേശിയെന്ന് ആരോപിച്ചാണ് ഒരു സംഘം മർദ്ദിച്ചു കൊന്നത്. പാലക്കാട്. ഓൺലൈൻ തട്ടിപ്പിന് ഇരകളാകുന്നവരിൽ നിരവധി മലയാളികളുണ്ട്. എന്നാൽ അടുത്തിടെയായി സൈബർ തട്ടിപ്പ് നടത്തി പണം തട്ടുന്നതിന് പിടിയിലാകുന്ന മലയാളികളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. കംബോഡിയ കേന്ദ്രീകരിച്ച് വൻ സൈബർ തട്ടിപ്പ് നടത്തുന്ന സംഘത്തിലെ 3 മലയാളികളെ കൊച്ചി സിറ്റി സൈബർ പോലീസ് പിടികൂടി. അരൂർ സ്വദേശിയും എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ സൂരജ് കൃഷ്ണ, മലപ്പുറം വളാഞ്ചേരി സ്വദേശി അഫ്സൽ, ഇയാളുടെ സുഹൃത്ത് ആദിൽ എന്നിവരാണ് പിടിയിലായത്. കൊച്ചിയിലെ ഡോക്ടറെ കബളിപ്പിച്ച് 38 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. ചൈനീസ് നിയന്ത്രണത്തിലുള്ള ആഗോള സൈബർ തട്ടിപ്പ് സംഘത്തിലെ കംബോഡിയയിലെ ജോലിക്കാരനായിരുന്നു അരൂർ സ്വദേശിയും എഞ്ചിനീയറിംഗ് ബിരുദധാരിയുമായ സൂരജ് കൃഷ്ണ. 6 ദിവസം മുൻപാണ് ഇയാൾ നാട്ടിലെത്തിയത്. സൂരജിനെ അറസ്റ്റ് ചെയ്ത പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് മറ്റ് പ്രതികളെക്കുറിച്ച് വിവരം കിട്ടിയത്. തുടർന്ന് മലപ്പുറം വളാഞ്ചേരി സ്വദേശി അഫ്സൽ, ഇയാളുടെ സുഹൃത്ത് എന്നിവരെയും പിടികൂടി. സൂരജിന്റെ കേരളത്തിലുള്ള ബാങ്ക് അക്കൗണ്ടിലെത്തിയ പണം പിൻവലിച്ച് തട്ടിപ്പ് സംഘത്തിന് കൈമാറിയവരാണ് കൂട്ടുപ്രതികൾ. ഇവർ ഇതിന് കമ്മീഷൻ വാങ്ങിയിരുന്നു. സൈബർ സെൽ SHO PA ഷമീർ ഖാൻ, പോലീസ് ഉദ്യോഗസ്ഥരായ അനീഷ്, അജിത് രാജ്, അരുൺ രാമകൃഷ്ണൻ, നജീബ്, അനീഷ് MK എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത ഡോക്ടറെ സ്ത്രീ എന്ന വ്യാജേന സൂരജ് ഫോണിൽ വിളിച്ച് ബന്ധം സ്ഥാപിച്ചാണ് തട്ടിപ്പിനിരയാക്കിയത്. ഓഹരിയിൽ പണം നിക്ഷേപിക്കാൻ പ്രേരിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. ഡോക്ടർ ആദ്യം നിക്ഷേപിച്ച 25 ലക്ഷത്തോളം രൂപ സൂരജ് കൃഷ്ണയുടെ സ്വന്തം അക്കൗണ്ടിലാണ് എത്തിയത്. ഇതോടെയാണ് ഇയാളുടെ അക്കൗണ്ട് വിവരങ്ങളും മറ്റും പോലീസ് നിരീക്ഷിച്ചു തുടങ്ങിയത്. വൻ ശമ്പളം വാങ്ങിയാണ് സൂരജ് കംബോഡിയയിൽ ജോലി ചെയ്തിരുന്നതെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്.
സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് 18 കൊച്ചി. 9 വർഷത്തെ പ്രണയത്തിനൊടുവിൽ 2 മാസം മുമ്പ് വിവാഹം കഴിച്ച യുവാവിനെ ഭാര്യ കൊലപ്പെടുത്തി. ഉത്തർപ്രദേശിലെ ബറേലിയിലാണ് സംഭവം. ജിതേന്ദ്ര യാദവ് എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത്. ചൂത് കളിച്ച് പണം നഷ്ടപ്പെടുത്തിയതിൽ പ്രകോപിതയായാണ് ഭാര്യ ജ്യോതി ഭർത്താവിനെ കഴുത്ത് ഞെരിച്ചു കൊന്നത്. തുടർന്ന് മാതാപിതാക്കളുടെ സഹായത്തോടെ ഇത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനും ശ്രമിച്ചു. ജ്യോതിയെയും മാതാപിതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ജനുവരി 26-നാണ് ബറേലിയിലെ വാടക വീട്ടിൽ ജിതേന്ദ്ര യാദവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബന്ധുക്കൾ പരാതി നൽകുകയും മരണം ആത്മഹത്യയല്ലെന്ന് അന്വേഷണത്തിൽ വ്യക്തമാവുകയും ചെയ്തതോടെയാണ് സംശയം ഭാര്യയിലേക്ക് നീണ്ടത്. ഓൺലൈൻ ചൂതാട്ടത്തിൽ 20,000 രൂപ നഷ്ടപ്പെട്ടതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ ഭാര്യ ജ്യോതി ഇയാളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. തുടർന്ന് അച്ഛനെയും അമ്മയെയും വിവരമറിയിച്ച് ഇവരുടെ സഹായത്തോടെ വാടക വീട്ടിൽ മൃതദേഹം കെട്ടിത്തൂക്കുകയായിരുന്നു. സംഭവത്തിൽ ജ്യോതി, മാതാപിതാക്കളായ കാളിചരൺ, ചമേലി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒൻപത് വർഷത്തെ പ്രണയത്തിനൊടുവിൽ കഴിഞ്ഞ നവംബർ 25-നാണ് ജിതേന്ദ്ര യാദവും ജ്യോതിയും വിവാഹിതരാകുന്നത്. ഇരുവരും വാടക വീട്ടിൽ ഒന്നിച്ചായിരുന്നു താമസം. കണ്ടക്ടറായിരുന്ന ജ്യോതി വിവാഹത്തിന് തൊട്ടു പിന്നാലെ പൂർവിക സ്വത്ത് വിൽക്കണമെന്നാവശ്യപ്പെട്ട് ജിതേന്ദ്രയെ നിരന്തരം സമ്മർദ്ദത്തിലാക്കിയിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഇതിന് വഴങ്ങാഞ്ഞതിനാൽ ജ്യോതിയും കുടുംബവും ജിതേന്ദ്രയ്ക്കും കുടുംബത്തിനുമെതിരെ സ്ത്രീധനപീഡന കേസുകൾ ഫയൽ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതാണ് ജിതേന്ദ്രയുടെ മരണത്തിൽ ബന്ധുക്കൾക്ക് സംശയമുണ്ടാകാൻ കാരണമായത്. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 UP. ലഹരിക്കടത്തിൽ സ്ത്രീകൾ പങ്കാളികളാകുന്ന കേസുകൾ വർദ്ധിക്കുകയാണ്. പരിശോധന ഒഴിവാക്കാനാണ് ലഹരിക്കടത്ത് സംഘങ്ങൾ യുവതികളെ ഉപയോഗിക്കുന്നത്. പാലക്കാട് കോട്ട മൈതാനത്ത് നടത്തിയ ഒരു പരിശോധനയിൽ മാരക മയക്കുമരുന്നായ മെത്താഫെറ്റമിനുമായി യുവതിയും യുവാവും പോലീസിന്റെ പിടിയിലായി. പൂക്കോട്ടുകാവ് കടമ്പൂർ സ്വദേശിയാണ് പിടിയിലായ 20-കാരി. പാലക്കാട് നഗരമധ്യത്തിലെ കോട്ടമൈതാനത്ത് നടത്തിയ പരിശോധനയിലാണ് MDMAയുമായി യുവാവും യുവതിയും പോലീസിന്റെ പിടിയിലായത്. പൂക്കോട്ടുകാവ് കടമ്പൂർ സ്വദേശികളായ പുത്തൻപുര വീട്ടിൽ 23-കാരൻ അമൽ, വെള്ളിളത്തോടി വീട്ടിൽ 20-കാരി അനഘ എന്നിവരെയാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് പിടികൂടിയത്. ശനിയാഴ്ച ടൗൺ സൗത്ത് സബ് ഇൻസ്പെക്ടർ ഹേമലതയുടെ നേതൃത്വത്തിലുള്ള പോലീസ് പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. ഇവരിൽ നിന്ന് 14.31 ഗ്രാം MDMA പോലീസ് കണ്ടെടുത്തു. പിടിയിലായവർക്കെതിരെ NDPS നിയമപ്രകാരം കേസെടുത്തു. ഇവർക്ക് എവിടെ നിന്നാണ് ലഹരിമരുന്ന് ലഭിച്ചതെന്നടക്കം പോലീസ് അന്വേഷിച്ചു വരുന്നു. ന്യൂസ് 18 പാലക്കാട്. കൊച്ചിയിൽ മാൻകൊമ്പുമായി ഇതര സംസ്ഥാനക്കാരൻ പിടിയിലായി. തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് മാൻകൊമ്പ് പിടിച്ചെടുത്തത്. പ്രതിയെ വനം വകുപ്പിന് കൈമാറി. UP സ്വദേശി അജിത് ശർമ്മയാണ് മാൻകൊമ്പുമായി പിടിയിലായത്. തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്.
ശർമ്മയെ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തു. പ്രതിയെയും പിടിച്ചെടുത്ത മാൻകൊമ്പും കോടനാട്ടേക്ക് കൊണ്ടുപോയി. മാൻകൊമ്പ് എവിടെ നിന്ന് കിട്ടിയതാണ്, എവിടേക്കാണ് കൊണ്ടുപോയത് തുടങ്ങിയ കാര്യങ്ങളടക്കം അന്വേഷിക്കും. പ്രതിയെ വനംവകുപ്പ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. നേരത്തെയും ഇയാൾ ഇത്തരം വസ്തുക്കൾ കടത്തിയിട്ടുണ്ടോ എന്നും അന്വേഷിച്ചു വരുന്നു. ന്യൂസ് 18 കൊച്ചി. കുറ്റകൃത്യങ്ങൾ ലോകത്തെ മറ്റ് ചില വാർത്തകൾ നോക്കാം ചുരുക്കം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിലുള്ള തന്ത്രി കണ്ഠരര് രാജീവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സെല്ലിലേക്ക് മാറ്റി. ആൻജിയോഗ്രാം പരിശോധന നടത്തുന്നതിനായിട്ടാണ് മെഡിക്കൽ സെല്ലിലേക്ക് മാറ്റിയത്. കൊല്ലം ചവറ തെക്കും ഭാഗത്തെ ബെവക്കോ മദ്യവിൽപ്പനശാലയിൽ നിന്ന് പല ദിവസങ്ങളിലായി 40 മദ്യക്കുപ്പികൾ മോഷ്ടിച്ച യുവാവ് അറസ്റ്റിൽ. തേവലക്കര സ്വദേശിയായ ശരത്തിനെയാണ് തെക്കുംഭാഗം പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊല്ലത്ത് പോലീസിനെ കണ്ടതോടെ MDMA വിഴുങ്ങി യുവാവ്. കൊല്ലം കുലശേഖരപുരം സ്വദേശി സക്കീറാണ് പോലീസിനെ കണ്ടതോടെ MDMA വിഴുങ്ങിയത്. പിന്നീട് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് MDMA കണ്ടെടുത്തത്. 11.26 ഗ്രാം MDMA ഇയാളിൽ നിന്നും കണ്ടെടുത്തതായി പോലീസ് പറഞ്ഞു. സക്കീറിനെ വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.